LDFിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി. തോപ്പിൽമുക്കിൽ നിന്നും ആരംഭിച്ച ജാഥ വയനകത്ത് സമാപിച്ചു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത്. ഓച്ചിറ തോപ്പിൽമുക്കിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. LDF കൺവീനർ R. സോമൻപിള്ള ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ 9.5 വർഷം മുമ്പ് ഇവിടെ അങ്ങേറ്റം പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആദ്യം ക്യാബിനറ്റ് തീരുമാനിച്ചത്. 600 രൂപ പെൻഷൻ വാങ്ങുന്ന അഗതികളായ പാവങ്ങളായ വൃദ്ധരായ നിരവധി ആളുകളുടെ 600 രൂപ പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയത്. നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യമായി തീരുമാനിച്ചത് ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കണം. K. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, RD പത്മകുമാർ, S. കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജാഥയുടെ സമാപന സമ്മേളനം വയനകത്ത് നടന്നു. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം PV സത്യദേവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർ ചോരകുപ്പി, ഒരുപാട് പേർ കൊടിയ മർദ്ദനമേറ്റു. അതിലൂടെ നേടിയെടുത്താണ് 10 സെന്റ് ഭൂമി വളഞ്ഞു കൊടുത്തത്. അവർക്കെല്ലാം കിടപ്പാടമുണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ലക്ഷം വീട് പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, മറക്കരുത്. ഈ പഞ്ചായത്തിൽ എത്ര ലക്ഷം വീടുണ്ടായിരുന്നു? ഓച്ചിറ പഞ്ചായത്തിൽ എത്ര ലക്ഷം വീടുണ്ടായിരുന്നു? ആ ലക്ഷം വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കാനും ആര് വേണ്ടി വന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടി വന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടി വന്നു. സുരേഷ് നാറാണത്ത് അധ്യക്ഷത വഹിച്ചു. A. നൌഷാദ്, K. സുഭാഷ്, S. കൃഷ്ണകുമാർ, അബ്ദുൽ ഖാദർ, ബാബു കൊപ്പാറ, B. ശ്രീദേവി, ഗീതാകുമാരി, ശ്രീലത പ്രകാശ്, ജനാർദ്ദനൻ പിള്ള, P. ബിന്ദു, ലളിത ശിവരാമൻ, സുൽഫിയ ഷെറിൻ, A. അജ്മൽ, സന്തോഷ് ആനേത്ത, അനിജ, സുജേത, സരസ്വതി പാട്ടത്തിൽ, വിജയ കമൽ, നിസ അജ്മൽ, അഡ്വക്കേറ്റ് G. സുഗോത്രൻ, അഡ്വക്കേറ്റ് രോചന മുരളി, H. ഷാജിലാൽ, K. R. ശശികുമാർ, കബീർ സെയിൻ, അർമുഖൻ, യൂസഫ് ഹസൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.